മാർവൽ മൂവീസ് മുടങ്ങാതെ കാണാറുള്ള എല്ലാവർക്കും അറിയാം, പോസ്റ്റ് കോവിഡ് പീരീഡ് MCUവിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിരുന്നു. മോശം എന്നൊക്കെ പറഞ്ഞാൽ ഹാർഡ് കോർ ഫാൻസ് പോലും ഹേറ്റേഴ്സായി മാറി മാർവലിനെ ട്രോളാൻ തുടങ്ങി. കുറേ വർഷങ്ങളായിട്ട് ടോപ്പ് 5 മൂവീസിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഒരു മാർവൽ മൂവിയെങ്കിലും കാണും. പക്ഷെ 2-3 വർഷങ്ങളായിട്ട് മാർവൽ കണ്ടന്റ് ഇറങ്ങുന്നത് പോലും ആരും അറിയുന്നില്ല. തുടക്കത്തിലുള്ള സിനിമകളിൽ ലോ റേറ്റിംഗ് ഉള്ള സിനിമകൾ പോലും ഫിനാൻഷ്യൽ സക്സസ് ആയിരുന്നു. പക്ഷെ 10-12 വർഷങ്ങൾക്ക് ഇപ്പുറം നോക്കിയാൽ മുടക്കിയ പൈസ പോലും തിരിച്ചെടുക്കാൻ പറ്റാതെയാണ് ഓരോന്നും പൊട്ടിത്തള്ളിയത്. ദി മാർവൽ തിയേറ്ററിൽ പോയി കണ്ടിഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ, അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാ. 2019 ഇറങ്ങിയ ക്യാപ്റ്റൻ മാർവൽ കളക്ട് ചെയ്തത് $1 ബില്യൺ ആണ്. അത് സിനിമ നല്ലതായത് കൊണ്ടല്ല, എൻ ഗെയിമിന് തൊട്ടു മുമ്പ് ഇറങ്ങിയതുകൊണ്ട് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. സിനിമ അത്ര മോശമൊന്നും ആയിരുന്നില്ല. ഒറിജിൻ സ്റ്റോറി എന്ന നിലയ്ക്ക് തരക്കേടില്ലാത്തൊരു സിനിമയായിരുന്നു. പക്ഷെ അതിന്റെ സെക്കൻഡ് പാർട്ട് കൂടിയായ മാർവൽസ് കളക്ട് ചെയ്തത് $200 മില്യൺ ആണ്. MCUവിലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് കളക്ഷൻ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഫാൻസിന് മാർവലിനോടുള്ള ഇൻട്രസ്റ്റ് പോയി. നേരത്തെയൊക്കെ കൂറ സിനിമയായ പോലും ആൾക്കാർ പോയി കാണുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനല്ല, വെറുതെ പോലും ആർക്കും കാണണമെന്നില്ല. എൻ ഗെയിം വരെയും ടോപ്പിൽ നിന്ന് MCU ഇത്രയും മോശമാവാൻ പല കാരണങ്ങളാണ്. അതിൽ മെയിൻ കാരണമാണ് ഓവർ സാച്ചുറേഷൻ. 2008 സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ വർഷത്തിൽ 1-2 സിനിമ മാത്രം ഇറക്കിക്കൊണ്ടിരുന്ന മാർവൽ 2021 മുതൽ ഇതുവരെ ഇറക്കിയിട്ടുള്ളത് 11 മൂവീസ്, 10 ടെലിവിഷൻ സീരീസ്, 2 TV സ്പെഷ്യൽസ്, പിന്നെ ഒരു അനിമേറ്റഡ് ഷോർട്സ്. സീരീസ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് മൊത്തം കയ്യിൽ നിന്ന് പോയത്. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. മൾട്ടിവേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് പുതിയ ക്യാരക്ടേഴ്സും സ്റ്റോറി ലൈൻസും ഒക്കെ കൊണ്ടുവരാൻ പറ്റും. ഒരു 2 മണിക്കൂർ സിനിമയ്ക്കകത്ത് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ സീരീസിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് പകരം സിനിമയ്ക്കകത്ത് തന്നെ സപ്ലോട്ടായിട്ട് കാണിച്ചു തീർക്കാൻ പറ്റുന്ന ആർക്കും വേണ്ടാത്ത സ്റ്റോറി ലൈൻസ് ഒക്കെയാണ് ഇവർ എടുത്തിട്ട് സീരീസ് ആക്കിയത്. നല്ല കമ്പലിംഗ് ആയ കംപ്ലീറ്റ് ആയിട്ടുള്ള കഥകൾ കാണിക്കുന്നതിന് പകരം ഓരോ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ച് ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്സിലോട്ട് കണക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. ഓരോ സീരീസ് എടുത്ത് നോക്കിയാലും അതിനകത്ത് വലുതായിട്ടൊന്നും നടക്കുന്നില്ല. റയൻ റെനോൾഡ്സ് ഡെഡ്പൂൾ 3 പ്രീമിയറിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു. To be a complete experience, meaning it isn't a commercial for another movie. When people are going into the theater and they're paying their hard-earned dollars to see something, what we are delivering is pure unadulterated joy. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമയും സീരീസും എല്ലാം ഇനി വരാനിരിക്കുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പരസ്യം പോലെയാണെന്നാണ് പറയാതെ പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോഴത്തെ ശരിക്കുള്ള അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. എവിടെ നോക്കിയാലും മാർവൽ കണ്ടന്റ് മാത്രം കാണുമ്പോൾ എല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ട് അതിലോട്ട് തന്നെ വരുമല്ലോ. പക്ഷെ അവരുടെ ഐഡിയ വല്ലാണ്ടങ്ങും ബാക്ക് ഫെയർ ആയിപ്പോയി. സീരീസിന്റെ കൂട്ടത്തിൽ ഒരു എക്സെപ്ഷൻ എന്ന് പറയാൻ പറ്റുന്നത് ലോക്കിയാണ്. അതിനകത്ത് നല്ലൊരു കഥയുണ്ടായിരുന്നു. അത് 2 സീസണിലായിട്ട് കംപ്ലീറ്റും ചെയ്തു. പിന്നെ TV എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ലോക്കിക്ക് നല്ലൊരു ക്യാരക്ടർ ആർക്കും ഉണ്ടായിരുന്നു. മൂൺ നൈറ്റും നല്ലൊരു സീരീസ് ആയിരുന്നു. പക്ഷെ അതിലും ഒരു കംപ്ലീഷൻ ഇല്ലായിരുന്നു. എല്ലാവർക്കും തുടക്കത്തിലെ മനസ്സിലായ കാര്യമാണ് നടന് മൂന്നാമതൊരു പേഴ്സണാലിറ്റി ഉണ്ടെന്ന്. ആ പേഴ്സണാലിറ്റിയാണ് അവസാനം മെയിൻ വില്ലനെ തോൽപ്പിച്ചത്. എന്നാൽ ആ ഫൈറ്റ് കാണിച്ചതുമില്ല. ഫസ്റ്റ് സീസണിൽ തന്നെ കാണിക്കേണ്ട കാര്യം വേറെ എന്തിനോ വേണ്ടി ബാക്കി വെച്ചു. പിന്നെ മിസ് മാർവലിന്റെയും ഷീഹൾക്കിന്റെയും കാര്യങ്ങൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചെയ്തവർ തന്നെ ഒരു താല്പര്യം ഇല്ലാതെ ഇതൊക്കെ പടച്ചു വിട്ടെന്ന് കണ്ടാൽ തോന്നിപ്പോവും. അമ്മാതിരി അപരാധങ്ങളായിരുന്നു പലതും. ലാസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമകൾ നല്ലതെന്ന് പറയാൻ പറ്റുന്നത് ഗാർഡിയൻസ് 3യും ഡെഡ്പൂൾ 3യും മാത്രമാണ്. അത്യാവശ്യം നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടെങ്കിലും മൊത്തത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ തന്നത് ഈ 2 സിനിമകൾ മാത്രമേ ഉള്ളൂ. പിന്നെ മാർവൽ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ് OG ക്യാരക്ടേഴ്സിനെയും ആക്ടേഴ്സിനെയും എല്ലാം എടുത്ത് മാറ്റിയത്. ബ്ലാക്ക് വിഡോ മരിച്ചു, ഹോക്കായി റിട്ടയറായി, ഹൾക്കിനെ വെറും പഴമാക്കി, തോർ ഭൂമി വിട്ട് എങ്ങോട്ടോ പോയി, ക്യാപ്റ്റൻ വയസ്സായി, അയൺമാൻ മരിച്ചു. ഇതൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവർ മണ്ടത്തരം കാണിച്ചതിന് ശേഷമാണ്. അതുവരെയുള്ള കഥ മുഴുവൻ അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് പുതിയ ക്യാരക്ടേഴ്സിനെ വെച്ച് പുതിയ സ്റ്റോറി ലൈൻസ് ഉണ്ടാക്കി കുറച്ചുനാൾ അവരെ വെച്ച് കഥ മുന്നോട്ട് കൊണ്ടുപോയതിനു ശേഷം ഒരു അവഞ്ചേഴ്സ് മൂവി ഇറക്കണമായിരുന്നു. ഇനിയും ഒരുപാട് ക്യാരക്ടേഴ്സ് വരാനുണ്ട്. എക്സ്മെൻ ഇപ്പോഴും വന്നിട്ടില്ല. പിന്നെ ഫാന്റാസ്റ്റിക് ഫോർ, ബ്ലേഡ്, ഗോസ്റ്റ് റൈഡർ അതൊന്നും എക്സ്പ്ലോർ ചെയ്യാതെ ആരും പ്രതീക്ഷിക്കാത്ത കുറേ പ്രോജക്ട്സും 2 അവഞ്ചേഴ്സ് മൂവി അനൗൺസ് ചെയ്ത് വെച്ചു. നേരത്തെയൊക്കെ അവഞ്ചേഴ്സ് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ആരൊക്കെ അതിനകത്തുണ്ടാവും, ഫൈനൽ ഫൈറ്റിൽ ആരൊക്കെ ആയിരിക്കും മുന്നിൽ നിന്ന് ലീഡ് ചെയ്യുന്നതെന്നൊക്കെ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അടുത്ത അവഞ്ചേഴ്സ് ആര് ലീഡ് ചെയ്യുമെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ഫാന്റാസ്റ്റിക് ഫോർ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഫാന്റാസ്റ്റിക് ഫോറിന്റെ സിനിമ പോലും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അത് നല്ലതായിരിക്കുമോ അല്ലയോ എന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. RD ജയന്റ് ഡോക്ടർ ഡൂമിനെ തോൽപ്പിക്കുന്നത് അത്രയും തന്നെ വാല്യൂ ഉള്ള ആക്ടേഴ്സും ക്യാരക്ടേഴ്സും ആയിരിക്കണം. അല്ലെങ്കിൽ അതിനൊന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. ഇനി എത്ര ക്യാമേഴ്സ് കൊണ്ടുവന്നാലും ഒരു കാര്യമില്ല. ഹീറോസിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് വില്ലൻ. വില്ലൻ പവർഫുൾ ആണെങ്കിൽ മാത്രമേ ഹീറോസിന് വിലയുള്ളൂ. വലിയ പവറൊന്നും ഇല്ലാത്ത വില്ലനെ തോൽപ്പിക്കാൻ വേണ്ടി കുറേ ഹീറോസ് വന്നിട്ട് ഒരു കാര്യമില്ല. ഇൻഫിനിറ്റി സാഗ എടുത്ത് നോക്കിയാൽ താനോസ് ആണ് മെയിൻ വില്ലൻ എന്നുള്ളത് 2012 ഇറങ്ങിയ അവഞ്ചേഴ്സിനകത്ത് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പല സിനിമകളിലായിട്ട് ടീസ് ചെയ്ത് അവസാനം 2018 ഇറങ്ങിയ ഇൻഫിനിറ്റി വാറിൽ വില്ലനായിട്ട് വന്നു.
6 വർഷത്തെ ബിൽഡപ്പിന് ശേഷമാണ് താനോസിനെ ഒരു പ്രോപ്പർ റോളിൽ കൊണ്ടുവരുന്നത്. എന്നിട്ട് വരുന്ന സമയത്ത് തന്നെ തോറിനെയും ഹൾക്കിനെയും വളരെ ഈസി ആയിട്ട് തന്നെ തോൽപ്പിക്കുന്നുണ്ട്. തോറിനെ എങ്ങനെയാണ് തോൽപ്പിച്ചതെന്നൊന്നും കാണിച്ചിട്ടില്ലെങ്കിലും ഹൾക്കിനെ ഒറ്റയ്ക്ക് തന്നെ വളരെ ഈസി ആയിട്ട് എടുത്തിട്ട് അലക്കുന്നുണ്ട്. ആ ഒരു സീൻ കാണുമ്പോൾ തന്നെ താനോസ് എത്ര സ്ട്രോങ് ആണെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റും. പിന്നെ ഇൻഫിനിറ്റി സ്റ്റോൺസ് കൂടി കിട്ടുമ്പോൾ കൂടുതൽ പവർഫുൾ ആവുന്നതേ ഉള്ളൂ. ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മൾട്ടിവേഴ്സ് സാഗയിലെ മുൻ വില്ലനായ കാങ്ങിനെ വിലയിരുത്തി നോക്കാം. വലിയ ബിൽഡപ്പ് ഒന്നും ഇല്ലാതെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതൊരു കാര്യം. ലോക്കിയിലും ആൻഡ്മാൻ 3യിലും ആയിട്ട് 2 പ്രാവശ്യം വന്നിട്ടുള്ളതിൽ 2 പ്രാവശ്യവും മരിക്കുകയും ചെയ്തു. കൊന്നതാണെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹീറോസും ഒന്നുമല്ല, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഹീറോസ് പോലും താനോസിന്റെ അടുത്ത് തോൽക്കുന്നത് കാണിച്ചിട്ട് കാങ്ങിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ 1-2 പേരെ തന്നെ തോൽപ്പിക്കുന്നതാണ് കാണിച്ചത്. എനിക്കറിയാം മൾട്ടിവേഴ്സ് ആണ്, ഇനിയും ഒരുപാട് കാങ് ബാക്കിയുണ്ട്. വേറെ യൂണിവേഴ്സിലുള്ള കാങ് ചിലപ്പോൾ ഇവരെക്കാളും ഒക്കെ സ്ട്രോങ് ആയിരിക്കും. പക്ഷെ അതേ കാര്യം തന്നെ ഹീറോസിന്റെ കാര്യത്തിലും ബാധകമാണല്ലോ. കാങ് എന്ന് പറയുന്നത് ഒരാളിന്റെ തന്നെ പല പല വേരിയൻസ് ആണ് മൾട്ടിവേഴ്സിലുള്ളതെങ്കിൽ ഹീറോസ് ആൾറെഡി ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാ വേരിയൻസ് കൂടി വന്നാൽ പിന്നെ കാങ്ങിന് എന്ത് ചാൻസ് ആണുള്ളത്? ആൻഡ്മാനും വാസ്പും ചേർന്ന് ഒരു കാങ്ങിനെ തോൽപ്പിച്ചെങ്കിൽ പല യൂണിവേഴ്സിൽ നിന്ന് കുറെ ഹൾക്കും തോറും ക്യാപ്റ്റൻ മാർവലും ഒക്കെ വരുമ്പോൾ പിന്നെ കാങ്ങിനെ തോൽപ്പിക്കാൻ എന്താണ് പാട്? മൾട്ടിവേഴ്സ് പറയുന്നത് കാങ്ങിന്റെ ഹോം ഗ്രൗണ്ട് ആണ്. എല്ലാ ഹീറോസും കൂടി ഒരുമിച്ച് വന്നാലും അവരെയൊക്കെ തോൽപ്പിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ പ്ലാൻ കാങ്ങിന്റെ കയ്യിൽ ഉണ്ടാകുമായിരിക്കും. പക്ഷെ മൾട്ടിവേഴ്സ് ആകെ തുടങ്ങുമ്പോൾ തന്നെ 2 പ്രാവശ്യം തോറ്റ വില്ലന് എന്തെങ്കിലും വില ഉണ്ടാവുമോ? ഇനി എത്ര ഗ്യാങ് വന്നാലും അതിനൊരു ഇമ്പാക്റ്റും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് റീകാസ്റ്റ് ചെയ്യുന്നതിന് പകരം ആ ഒരു ക്യാരക്ടറിനെ തന്നെ എടുത്ത് കളഞ്ഞ് ഡോക്ടർ ഡൂമിനെ അടുത്ത മെയിൻ വില്ലനായിട്ട് കൊണ്ടുവന്നത്. അങ്ങനെ കുറച്ച് നാളായിട്ട് ഗ്യാങ്ങിനെ ചുറ്റിപ്പറ്റി ഉണ്ടാക്കിയ സ്റ്റോറി ലൈൻസ് മുഴുവനും വേസ്റ്റായി. ഇനി അതെല്ലാം ഡൂംസ്ഡേയുടെ സ്റ്റോറി ലൈനിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നും തോന്നുന്നില്ല. എന്തായാലും കുറെ വലിയ മണ്ടത്തരങ്ങൾക്ക് ശേഷം മാർവൽ വീണ്ടും ഫോമിലാവാനുള്ള പരിപാടിയാണ്. ഇനി വരാനിരിക്കുന്ന സ്റ്റോറി ലൈൻസിൽ മ്യൂട്ടൻസിന് വലിയ റോൾ ഉണ്ടായിരിക്കുമെന്നാണ് കെവിൻ ഫൈഗെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഇടയ്ക്ക് വന്ന ഏറ്റവും വലിയ അനൗൺസ്മെന്റ് ആണ് റോബർട്ട് ഡോണി ജൂനിയർ ഡോക്ടർ ഡൂമായിട്ട് വരുന്നു എന്നുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ കാങ്ങിനെക്കാളും എന്തുകൊണ്ടും ബെറ്ററാണ് ഡോക്ടർ ഡൂം. ആ ക്യാരക്ടറും കുറച്ചുകൂടെ ഫെമിലിയർ ആണ്. പിന്നെ RDJ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ബിൽഡപ്പിൻ്റെ ആവശ്യമില്ല. മാർവൽ ഫാൻസ് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ഈ മനുഷ്യനെയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ തിരിച്ചുകൊണ്ട് വന്നത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പിന്നെ റൂസോ ബ്രദേഴ്സ് ആണ് അടുത്ത 2 അവഞ്ചേഴ്സും ഡയറക്റ്റ് ചെയ്യുന്നത്. സോ പണി അറിയാവുന്നവരെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴും ക്ലിയർ ആവാത്ത ഒരു കാര്യമാണ് ആരാണ് ഇനി അവഞ്ചേഴ്സിനെ ലീഡ് ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ ഡോം വില്ലനായതുകൊണ്ട് തന്നെ മിക്കവാറും ഫെന്റാസ്റ്റിക് 4 ആയിരിക്കും. പക്ഷെ അവരെ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോലുമില്ല. ഇറങ്ങാൻ പോകുന്ന സിനിമ എങ്ങനെ ആയിരിക്കുമെന്ന് ഒരു ഐഡിയയും ഇല്ല. ഇനി ഏതൊക്കെ ഹീറോസ് വന്നാലും ഫാൻസ് എല്ലാവരും വില്ലനെ വേണ്ടിയിട്ടായിരിക്കും ഇപ്രാവശ്യം റൂട്ട് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയായാലും കണ്ടു തന്നെ അറിയാം. പിന്നെ എല്ലാവരും ഇപ്പോൾ മാർവലിനെ കുറ്റം പറയുന്നുണ്ടെങ്കിലും ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുള്ളതിൽ വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് ഫ്ലോപ്പ് ആയിട്ടുള്ളത്. ഏതൊരു ഫ്രാഞ്ചൈസ് ആയാലും നല്ല സിനിമകളുടെ കൂടെ മോശം സിനിമകൾ കാണും. മാർവലിന്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ മോശം സിനിമകൾ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. പ്രശ്നം പറ്റിയത് കണ്ടന്റിന്റെ എണ്ണത്തിലാണ്. കാത്തിരുന്ന ഒരു സിനിമ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഒരുപാട് സിനിമയും സീരീസും ഒക്കെ കിട്ടിയപ്പോൾ സൂപ്പർ ഹീറോ ഫെറ്റിക് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടായി. പക്ഷെ അതെല്ലാം ഒരു ഫേസ് മാത്രമാണ്. നല്ല സിനിമയാണെങ്കിൽ ഉറപ്പായിട്ടും ആൾക്കാർ കാണാൻ പോകും. അതിന്റെ തെളിവാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. സൂപ്പർ ഹീറോ ഫാറ്റിക് ഒന്നും ആ സിനിമ ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല. സോ ഫാൻസ് ആരും വിഷമിക്കണ്ട. മാർവൽ ഉറപ്പായിട്ടും അതിന്റെ പഴയ ഗ്ലോറിയിലോട്ട് തിരിച്ചു വരും. മാർവലിനെ പഴയതിലും മികച്ചതാക്കാനുള്ള എല്ലാ കണ്ടന്റും അവരുടെ അടുത്ത് ആൾറെഡി ഉണ്ട്. അതൊക്കെ നല്ല സിനിമയാക്കാനുള്ള ആളുകളുണ്ട്. ജസ്റ്റ് നോക്കിയും കണ്ടും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ എപ്പോഴും ടോപ്പിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഫാൻസിന്റെ എക്സ്പെക്ടേഷൻ മാനേജ് ചെയ്യുന്ന കാര്യവും പാടാണ്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ താഴെ ഇറങ്ങുന്നത് നല്ലതാണ്. ഹൈപ്പ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് നല്ലൊരു സിനിമ ഇറങ്ങിയാൽ കാണുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതാകുമ്പോൾ ഇനിയും അവഞ്ചേഴ്സ് എൻഡ് ഗെയിം പോലൊരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയെന്നും വരാം. ഇനി അതെങ്ങാനും ആയിരിക്കും ഇവരുടെ ശരിക്കുള്ള പ്ലാൻ. എനിവേ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മാർവലിനെ ടച്ച് വിട്ടു പോയതാണോ അതോ ഇനിയും പഴയതുപോലെ തന്നെ തിരിച്ചു വരുമോ? പിന്നെ RDJ ഡോക്ടർ ഡൂമായിട്ട് വരുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതെല്ലാം കമൻറ്റ് ചെയ്യുക. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.